പ്രളയാനന്തര പാതാറിന്റെ മുഖം മാറുകയാണ്. 2019 പ്രളയം തകർത്തെറിഞ്ഞ പോത്തുകൽ പഞ്ചായത്തിലെ പാതാർ അങ്ങാടിയിൽ വോളി ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കളിസ്ഥലം ഒരുങ്ങുകയാണ്. പാതാറിൽ ഉണ്ടായിരുന്ന കളിസ്ഥലം പ്രളയത്തിൽ നഷ്ടപ്പെടുകയും ആ സ്ഥലം അങ്കണവാടിയുടെ ഉടമസ്ഥയിൽ ഉള്ളതിനാലും പാതാർ, വാളംകൊല്ലി, മുട്ടിപ്പാലം, മലാങ്കുണ്ട്, മുരുകാഞ്ഞിരം തുടങ്ങിയ സ്ഥലങ്ങളിലെ കുട്ടികൾക്ക് കളിക്കാൻ കളിസ്ഥലം ഇല്ലാതായി മാറി. ഈ അവസരത്തിലാണ് പാതാർ അങ്ങാടിയിൽ കാരപ്പഞ്ചേരി ഇല്യാസ് തന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം മൈതാനത്തിനായി വിട്ടുനൽകാൻ തയ്യാറായത്. നാട്ടുകാരുടെയും വോളി ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും ഒരുമിച്ചുള്ള പ്രയത്നമാണ് മൈതാനമായി മാറിയത്. ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു വാളംകൊല്ലിയിൽ, ഞങ്ങളുടെ കുട്ടിക്കാലവും മുതിർന്നവരെല്ലാം. അത് അംഗനവാടി, നമ്മുടെ നാട്ടിലൊരു അംഗനവാടി വരേണ്ടതിൻ്റെ ഭാഗമായിട്ട് അത് അംഗനവാടിക്ക് വേണ്ടി എഴുതി കൊടുത്തപ്പോൾ നമുക്കൊരു ഗ്രൗണ്ട് ഇല്ലാതായി. ആ സമയത്താണ് ഇവിടെ പ്രളയമൊക്കെ വന്ന് ഈ സ്ഥലം ഇങ്ങനെ നിന്നപ്പോൾ വോളി ഫ്രണ്ട്സ് എന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ എങ്ങനെ നമുക്കൊരു ഗ്രൗണ്ട് ഉണ്ടാക്കാം എന്ന ആഗ്രഹത്തിൽ രൂപപ്പെട്ടതാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഗ്രൗണ്ട്. കുടുംബശ്രീ തൊഴിലുറപ്പ് തൊഴിലാളികൾ അരികുകൾ കരിങ്കൽ ഉപയോഗിച്ച് കെട്ടി തിരിച്ചെടുത്തു. വാളംകൊല്ലിക്കുന്ന് കൂട്ടായ്മ മൈതാനിയിൽ മണ്ണ് നിറച്ചു. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ കൈമെയ് മറന്ന് ഒന്നിച്ചിറങ്ങി. വൈകുന്നേരം ആകുന്നതോടെ ആളുകൾ ഒറ്റയ്ക്കും കൂട്ടമായും പാതാർ അങ്ങാടിയിലേക്കെത്തി. അവനവന് കഴിയുന്ന ജോലികൾ ചെയ്ത് മൈതാനത്തിന്റെ പ്രവർത്തനം പൂർത്തിയാക്കി. എല്ലാവരുടെയും വിയർപ്പിന്റെ ആകത്തുകയാണ് പാതാറിൽ ഉയർന്നു വന്ന കളിസ്ഥലം. ഇതിന്റെ നിർമ്മിതിക്ക് ധാരാളം വ്യക്തികൾ സഹായിച്ചിട്ടുണ്ട്. അധ്വാനം വഴി അധ്വാനിച്ച് സഹായിച്ച ആളുകളുണ്ട്. സാമ്പത്തികമായി വലിയ എമൗണ്ട് വരെ തന്ന് സഹായിച്ച സംഘടനകളുണ്ട്. കൂടുതലും എല്ലാവരും പിരിവെടുത്ത് കൂട്ടായ്മയിലാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മുൻപോട്ട് പോയത്. ഒരു ജനകീയ മുന്നേറ്റമായിട്ട് തന്നെ, പാതാറിൻ്റെ ഒരു ജനകീയ മുന്നേറ്റമായിട്ട് തന്നെ ഇതിനെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇതിൻ്റെ ചുറ്റുമതിലെല്ലാം കെട്ടിത്തന്നത് അയൽക്കൂട്ടമാണ്. മണ്ണിടിച്ച് നിരത്തി തന്നത് വാളംകൊല്ലിക്കുന്ന് കൂട്ടായ്മ എന്ന് പറഞ്ഞ ഒരു നമ്മുടെ നാട്ടിലെ തന്നെ പ്രവാസികളും നാട്ടിലുള്ള ഉൾപ്പെടെയുള്ളവരുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ്. പിന്നെ പണികളെടുത്ത് തന്ന് സഹായിച്ചത് വിവിധ സംഘടനകൾ, ആളുകൾ, എല്ലാവരും തന്നെ ഇതിൻ്റെ ഭാഗമാണ്. ആരെയും തള്ളി പറയാനോ ഒന്നും പറ്റാത്ത വിധത്തിൽ എല്ലാവരും തന്നെ ഇതിൻ്റെ ഭാഗമാണ്. ജനുവരി 27, 28 തീയതികളിൽ വിവിധ പരിപാടികളോടെ മൈതാനം നാടിന് സമർപ്പിക്കുകയാണ്. 8ഓളം ടീമുകൾ പങ്കെടുക്കുന്ന വോളിബോൾ ടൂർണമെന്റ്, വിവിധ കലാപരിപാടികൾ എന്നിവ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തപ്പെടും. ജനുവരി 27, 28 2 ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ഇനാഗുറേഷൻ പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 27-ാം തീയതി ഇതിൻ്റെ സ്ഥലം ഉടമ ഇല്യാസ് കാരപ്പഞ്ചേരി ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്യും. ഒപ്പം പോത്തുകല്ല് CI സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടാകും. പിന്നെ വോളിബോൾ ടൂർണമെൻ്റ് ആണ്. 8ഓളം ടീമുകൾ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വോളിബോൾ ടൂർണമെൻറ്റ്. 2ാമത്തെ ദിവസം 28-ാം തീയതി ഈ നാട്ടിലെ തന്നെ കുട്ടികളുടെ കലാപരിപാടികളും നാട്ടിലെ തന്നെ ഗായകരുടെ ചെറിയൊരു ഗാനമേള പോലെ ഒരു സംഗീത വിരുന്നും. അതാണ് നമ്മൾ ഈ പ്രോഗ്രാമിന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏതൊരു നാടിന്റെയും പുരോഗതി ആ നാട്ടിലെ നാട്ടുകാരെ ആശ്രയിച്ചിരിക്കും. ജാതി, മത, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒന്നിച്ചു നിൽക്കുന്നതിന് മാതൃകയാണ് പാതാർ. പ്രളയം തകർത്തെറിഞ്ഞിട്ടും പതറാതെ ഒന്നിച്ചിറങ്ങിയ കുട്ടികൾക്കും യുവാക്കൾക്കും മാതാപിതാക്കൾക്കും ഒന്നിച്ച് അഭിമാനിക്കാവുന്ന നിമിഷമാണിത്. നമ്മുടെ കുഞ്ഞുങ്ങൾ കളിച്ചു വളരട്ടെ. ന്യൂസ് ബ്യൂറോ, പോത്തുകൽ. സുഖകരമായ താമസം, മനസ്സിനിണങ്ങിയ ഭക്ഷണം, മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ്. ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം, ഊട്ടി റോഡ്, എടക്കര, മലപ്പുറം. ഫോൺ 04931 275 261 274 361 9496 401 160. E4 മീഡിയ, മലയോരത്തിന്റെ ദൃശ്യവിസ്മയം.